ഹലോ ഗൈസ്, നമ്മളെ തേനിന്റെ രാജാവ് തേനീച്ചന്റെ കണ്ട് കമ്മാരം പാടുന്ന ആള് നാട്ടിൽ നിന്ന് ഫേമസ് ആയ നമ്മളെ വാപ്പുട്ടി ഓനെയും കൊണ്ട് നമ്മള് മൂന്നാർക്ക് വന്നേക്കാണ്. അപ്പൊ മൂന്നാറിൽ തേനിന്റെ വിളവാട്ടാണ് ഇനി. അപ്പൊ മൂന്നാറിന്റെ നല്ല നല്ല സസ്യങ്ങളും പൂക്കളും പല വൃക്ഷങ്ങളും നിന്ന് നല്ല തേൻ സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെ വാപ്പുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ്. വാപ്പുട്ടിയാ തുടങ്ങിക്കോ. നമ്മളെ പരിപാടികള് എന്താണ് നമ്മളെ മെയിൻ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ആളുകൾക്ക് തേനീച്ചനെ കുറിച്ചിട്ട് അറിയില്ല. അപ്പൊ അത് തേനീച്ചനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കത് പറഞ്ഞു കൊടുക്കാണ്. ഇനി ഇവര് രണ്ടാളുമാണ് ഇവിടുത്തെ കൂട് നോക്കണ്ട. നമ്മളെ ഊരിലുള്ള ആളാണ് സ്വന്തം നമ്മളെ സ്വന്തം അസർപ്പാക്ക. അപ്പൊ അവർക്ക് തേനീച്ചക്കൂട് എങ്ങനെ നോക്കണം, ഇത് ഇനി നമ്മള് എപ്പോഴെങ്കിലൊക്കെ വരാന്നല്ലാതെ എപ്പോഴും വരല് നടക്കൂലല്ലോ. അപ്പൊ അവർക്ക് ഇത് കാണിച്ചു കൊടുക്കാം. അതാണ് നമ്മളെ മെയിൻ. അപ്പൊ നമ്മൾ ആദ്യം കൂട് തുറക്കാം. നമ്മൾ കെട്ടേക്കണേ നമ്മൾ കാണിച്ചു തന്നു. അപ്പൊ ഇത് കൂട് ഇങ്ങനെ തുറക്കാം. ഇനിയിപ്പൊ ഈച്ചനെ ഇതാണ് കണ്ടോ, ഇങ്ങനെ അടിച്ചിട്ടാണ്ട്. ഈച്ചനെ കുത്തൊന്നുമില്ല കേട്ടോ. കുത്ത ഞാൻ കാണിച്ചു തരാം. ഇവർക്ക് ഈച്ചനെ പേടിയുണ്ട്. അപ്പൊ അത് കുത്താതെക്കാന് ക്യാമറ മുട്ടാ നിക്കണേ. ഈച്ച കുത്തുന്നില്ല, പേടിയാണ്. അതൊന്നും പേടിയില്ല, കുത്തൂല. കണ്ടോ കുത്തൂലേ കണ്ടോ, എടുത്ത് കാണിച്ചോക്കെ. കുത്തൂല കണ്ടോ. അങ്ങനെ കുത്തു ചങ്ങായി കുത്ത് കിട്ടി അന്റെ ഓന് ധൈര്യമായില്ല. രണ്ടെണ്ണിട്ട് കണ്ടിരിക്കണേ. രണ്ടെണ്ണിട്ട് കണ്ടാണ് ഞങ്ങൾക്കാണ് പേടി. എനിക്കറിയാം എന്നെ ജയിച്ചെന്ന്. നമ്മള് മൂന്നാറിലെ തേന് വിളയാട്ടാണ് നടന്നിരിക്കണേ. ഇനി മൂന്നാറത്തെ ആളുകൾക്ക് തേനുണ്ടോ അവിടെ? ഇവിടെ നല്ല ഏരിയ ആണ്, നല്ല പൂവുള്ള കണ്ടല്ലേ, നല്ല ഏരിയ. നമ്മളെ റബ്ബറത്തെ തേനല്ലുണ്ടാവുള്ളൂ. എന്താ ഇവിടുത്തെ സ്ഥലപ്പേരെന്താ? ഇത് കാന്തല്ലൂര് പെരുമല. പെരുമലയാണ് നല്ല ലാസ്റ്റ് പെട്ടിയില് ഭയങ്കര തേനുണ്ടാകും. മൂന്നാറ് കാന്തല്ലൂര് പെരുമല. മൂന്നാറ് കാന്തല്ലൂര് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലം. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ തേൻ ഉണ്ടാവും. നമ്മളെ റിസോർട്ടിൽ കംപ്ലീറ്റ് വെക്കുക. അസർപ്പകരെ കാണില്ലേ, അല്ല ഫ്രൂട്ടിന്റെ കാശ്മീർ അങ്ങനെ വേണമെങ്കിൽ പറയാം. ആപ്പിള്, ഓറഞ്ച്, സ്ട്രോബെറി ഇത് കണ്ടില്ലേ? അത് ഇന്നലെ കൊറേ തിന്നു. അപ്പൊ അതൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇതാണ് എടുത്തു വെച്ചു. അപ്പൊ ഇതിന്റെ മോൾ ഭാഗം ക്ലീൻ ആക്കണം എപ്പോഴും അല്ലെ? ഇങ്ങനെ മെയിൻ ഉണ്ടാവില്ല. അടിഭാഗം ക്ലീൻ ആക്കണം. അതൊക്കെ നമ്മള് അസർപ്പാക പറഞ്ഞു കൊടുത്തു. നമ്മളെല്ലാ വീഡിയോയിലും അതൊക്കെ കാണിക്കണാണ്. അതെല്ലാം കാണിക്കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടുത്ത ആഴ്ച നമുക്ക് ഇതിന് തേനെടുക്കണം. ഇൻഷാല്ലാ നമ്മള് തേൻ എടുക്കുമ്പോൾ വീഡിയോ ചെയ്യാം. നമ്മള് തേന് ഇവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മള് വെച്ചും കൊടുക്കും. പിന്നെ ഇത് തേന് വെച്ചാൽ ഇവിടെ എപ്പോഴും ആനശല്യുള്ള ഏരിയയാണ്. ആനകൾ വരൂലെന്ന് പറയുന്നത്. ആ മൂളക്ക് ഇപ്പൊ വയനാടൊക്കെ വെച്ച മൂളക്ക് ഇങ്ങനെ ആ തേനിന്റെ വയനാട് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് വെച്ചു കൊടുത്തേ. ഇത് ചെവി പോയി കയറും. അത് കാരണം ആണ് അതാണ് അതാണ് പ്രശ്നം. ഇത് നമ്മളെ കാട്ടുതേ എവിടെ വേണമെങ്കിലും എടുത്തു തരുന്ന ആളാണ്. അപ്പൊ ഇത് കൂടാതെ വേണമെങ്കിൽ ഒരാഴ്ചയിലാവും. ഇങ്ങനെ ഒട്ടിയതൊക്കെ ഉണ്ടെങ്കിലേ പോകുന്നപ്പോ നമ്മള് പോരുന്ന സമയത്ത് ഒട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ. ഇതൊന്നും നിങ്ങളിപ്പോ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യല് ഞാൻ പറഞ്ഞ മാതിരി ആ ക്ലീനിങ്ങും പിന്നെ ഒന്ന് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അടിയിൽ എറുമ്പ് കയറിന് വരച്ചു കൊടുക്കുക. ഇത് കുറച്ച് ദിവസം ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈച്ചനെ കണ്ടില്ലേ, ഈച്ച ഒന്നും കാട്ടൂല. നിങ്ങൾ ധൈര്യമായിട്ട് പണിയെടുത്തോളി. ഓക്കെ, ഒരു സാധനം കടിക്കും. വേണ്ടി വരൂല ഈ സാധനം. ഞാൻ തൊള്ളിക്ക് ഇട്ട് കാണിച്ചായിരുന്നോ? ആണോ? അപ്പൊ ഇത്ര പണിയുള്ളൂ. ഇൻഷാല്ലാ നമുക്ക് മൂന്നാറ് ഏരിയയില് ഇവിടെ ആർക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വരുന്ന വിസിറ്റിന് നമുക്ക് എല്ലാവർക്കും തേൻ കൊടുക്കണം. നല്ല തേൻ ഇവിടുന്ന് കൊടുക്കണം. അതിനുള്ള ഒരു ഫസ്റ്റത്തെ ഒരു വരവാണ്. ഇവിടുത്തെ ആളുകൾ നമുക്ക് കൂട് വെക്കണം, പഞ്ചായത്തിൽ കൂടിന്റെ പരിപാടി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും